അടുത്ത എൻ്റെ വലിയൊരു നിയോഗം എൻ്റെ വിവാഹമായിരുന്നു. നോർമലി ആ വർഷം തന്നെ വിവാഹ ജീവിതത്തെ പറ്റി ആലോചന തുടങ്ങി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരു ജീവിത പങ്കാളിയെ, അമ്മയും തിരുക്കുമാരനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ എനിക്കായി കണ്ടുപിടിച്ച് തരണമെന്ന്. നാട്ടിൽ സെപ്റ്റംബറിൽ വന്നു. ആ സമയത്ത് തന്നെ അമ്മ ഒരു ജീവിതം എനിക്കായിട്ട് ഒരു വ്യക്തിയെ കണ്ടെത്തി തന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. 2 മാസത്തിന് ശേഷം വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ ജനുവരി മുതൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം എന്നുള്ളത് 1 വർഷമായി. 1.5 വർഷമാകാറായിട്ടും എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല. ചേട്ടൻ ഡൽഹിയിലായിരുന്നു, ഞാൻ സൗദിയിലാണ്. എല്ലാവിധ പ്രഷറും സ്ട്രെസ്സെല്ലാം കൂടി ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കലും നിർബന്ധിച്ച് പറഞ്ഞില്ല. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 2021 ഡിസംബർ 31 എല്ലാ വർഷവും രാത്രി 12 മണിക്ക് ഞാൻ ആ പുതിയ വർഷത്തേക്കുള്ള ഓരോ വചനം എടുക്കാറുണ്ട്. അപ്പോൾ ആ വർഷം ഞാൻ എടുത്ത വചനം എനിക്ക് കിട്ടിയത് പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തിയെന്നായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഓരോ വചനം കിട്ടി. എനിക്ക് കിട്ടിയ വചനം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനം 27 ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഉറപ്പായിട്ട് ഇടപെടും. 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ നഴ്സുമാർക്ക് നാട്ടിൽ വരാൻ വേണ്ടി UNA ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. കോവിഡ് ആയിട്ട് പോലും വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ വിവാഹം നടന്ന ദിവസം മാത്രം 200-ൽ കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാമെന്നൊരു നിയമം വന്നു. വളരെ മനോഹരമായിട്ട് വിവാഹം നടന്നു. പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് 1000 നന്ദി. അതിനുശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ആ നിയോഗവും ഇട്ടു. എൻ്റെ പുതുക്കുന്ന സമയമായിരുന്നു. നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 2 മാസത്തിനുള്ളിൽ സൗദിയിൽ പോയി. അപ്പോൾ തന്നെ ആ സമയത്തിനുള്ളിൽ ഞാൻ കൺസീവ് ആയായിരുന്നു. എൻ്റെ 3ാമത്തെ അടുത്ത് വലിയൊരു നിയോഗം സാധിച്ചു കിട്ടിയത് പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയൊരു സംരക്ഷണമാണ്. ഞാൻ 6 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ 22 വീക്സ് കഴിഞ്ഞ സമയത്ത്, ഇത് കോവിഡ് സമയമാണ്, ആ വർഷം തന്നെ 2021 ഡെൽറ്റ വേരിയൻ്റ്, ആ ഒരു ക്രിട്ടിക്കൽ വേരിയൻ്റ് വന്ന സമയമായിരുന്നു. ഞാൻ കോവിഡ് പോസിറ്റീവായി. എൻ്റെ ഒപ്പം 9 എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും പോസിറ്റീവായി. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നമ്മൾ മെഡിസിൻ എടുക്കുകയല്ല. ആദ്യത്തെ ദിവസം എല്ലാവർക്കും 2 ദിവസം കൊണ്ട് കുറഞ്ഞു. ഞാൻ പാരസെറ്റാമോൾ ആദ്യത്തെ ദിവസം എടുത്തില്ല, പക്ഷേ 2 ദിവസം എടുത്തു. 104-105 പനിയിൽ തന്നെ നിന്നു. എന്നെ ഐസൊലേറ്റ് ചെയ്തു എല്ലാവരുടെയും ഒപ്പം. അവരെല്ലാം ഇമ്പ്രൂവ് ആയി. പക്ഷേ എനിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ചെറിയ രീതിയിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആരംഭിച്ചു. കാഷ്വാലിറ്റിയിൽ പോയി അവർ നെബുലൈസേഷൻ ആരംഭിച്ചു. മാറ്റം വന്നില്ല. പിന്നെ പയ്യെ ഓറൽ ആൻറ്റിബയോട്ടിക്, ചെറിയ അസിത്രോമൈസിനെ തുടങ്ങി. യാതൊരു മാറ്റവും വന്നില്ല. അതിനുശേഷം അവർ IV ലൈൻ ഇട്ട് ഹോസ്റ്റലിൽ വിട്ടു. കാരണം വളരെ കൂടുതലായിട്ട് ആൾക്കാർ നിറഞ്ഞ് കോവിഡ് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ കണ്ടീഷൻ വേഴ്സ് ആവുന്നത് കൊണ്ട് IV ലൈൻ ഇട്ട് തന്നെ ഹോസ്റ്റലിൽ വിട്ടു. അപ്പോൾ ചെറിയ ഓക്മെൻറ്റിൻ ചെറിയ ഡോസിൽ